ഇത് മറിച്ചു എന്ന് പറഞ്ഞിട്ട് തുടങ്ങും പോവാൻ. ഇത് തുടങ്ങിയില്ല. ഇവന്മാരെ ചോദിക്കുക, ഇവന്മാർക്ക് ഇച്ചിരി ബുദ്ധിയുള്ള. ഹലോ എടാ, പിന്നെ എടാ മറ്റേ എസ്കേപ്പ് ദ ബാക്ക് റൂംസ് എന്ന് പറയണത് ഇതാണ്. ബാക്ക് റൂം എസ്കേപ്പ് ടുഗദർ അത് മറ്റേതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ? മറ്റേതെന്താടാ കളിക്കാത്ത? അത് കുറച്ചുകൂടെ റിവ്യൂ ഉള്ളതല്ലേ? അങ്ങനെയൊന്നുമില്ല, രണ്ടും കണക്ക് തന്നെ. രണ്ട് കണക്കാണോ? ഇപ്പൊ ശരിക്കും ഒരേ ലോജിക്കാ. അല്ല, എന്നാലും കൂടുതൽ പേടിക്കുന്ന ഏതായിരിക്കും? അത് വാങ്ങിക്കാനാ? ഏകദേശം ഒരേ പേടി തന്നെ. ഒരു പൊടിക്ക് കളിക്കുന്നത് ബാക്ക് റൂം എസ്കേപ്പ് ടുഗദറാ, അതുകൊണ്ടാ. ഓക്കെ. അപ്പൊ പിന്നെ അത് വാങ്ങിക്കാം. നമുക്ക് പേടി കൂടുതലുള്ളത്. കാരണം നമുക്ക് ഗഡ്സ് ഉള്ളവർക്കൊക്കെ ഇച്ചിരി എന്തെങ്കിലും ഉണ്ടെങ്കിലേ പേടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? സൂപ്പർ സൂപ്പർ. എന്തേലും ഇച്ചിരിയെങ്കിലും വേണം. മനസ്സിലായില്ലേ? നിന്റെ തൂറ്റല് കഴിഞ്ഞോ? അതിങ്ങനെ മനസ്സിലായി? നമ്മളൊക്കെ അറിയാലോ, നിന്റെ സംസാരത്തിലുണ്ടല്ലോ ആ മുക്കല്. ഇല്ല ബോസ്. നടക്കട്ടെ മുക്കിക്കോ കേട്ടാ. ഒരു തൂറ്റലാണെന്ന് ഇവന്. എന്തൊക്കെ തരം ആൾക്കാരാ നോക്കണേ. കൂപ്പൺ അപ്ലൈ ആക്കോ? കൂപ്പണോ? ഹലോ എന്റെ ചങ്ങാതി അളിയാ, ഒരു മിനിറ്റ്. ഇസ പോയി കിടന്നുറങ്ങ. പാ ഞാൻ പ്രയത്തിന്റെ ഗെയിമാണ് കളിക്കാൻ പോണത്. നീ പേടിച്ച് ഇവിടെ കിടന്ന് വിരളും. എടാ നീ ഇല്ലേ? മറ്റേ ഗെയിമാണാ? ആ നമ്മള് ലെവൽ 4 അതിന്റെ കൂടെ നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ആരൊക്കെ ലെവൽ 4 ആയി? ഞങ്ങള്. നീ ആരോട് കളിച്ചു? ഞാന്, രായൻ, ഗോഗു, ടുബോർഗ്, ഇറ്റാച്ചി. അപ്പൊ ഈഗിൾ ബ്രോ വിളിച്ചതാ. അവൻ എസ്കേപ്പ് ദ ബാക്ക് റൂം ടുഗദർ. ഗോകുവിനെ വിളിച്ച് ഗോകു ഉണ്ട് കളിക്കാമോന്ന് ചോദിച്ചെന്ന് പറഞ്ഞ്. ഇന്ന് കാണാൻ ചോദിച്ചു. വന്നിട്ട് 5 വരെ സെറ്റ് ചെയ്യാം, വിസിയിൽ വന്നിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ്. ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ കുറച്ചു നേരത്തെ ലൈവ് ഇടുന്നതിന് ഈഗിൾ ബ്രോ സ്റ്റോറി ഇട്ട സമയത്താണ് വിളിച്ചത് തന്നെ. നീ ഡെയിലി കാണുമല്ലോ, ഞാനല്ലേ സ്ഥിരം ഇല്ലാത്തത്. ഞാൻ 2 മണിക്കല്ലേ വരുന്നുള്ളൂ. ഞാൻ ചോദിക്കാതല്ല, നമ്മൾ ലെവൽ 4 വരെ എത്തി ഇപ്പം. അപ്പൊ ആ ലെവൽ 4 വരെ അല്ലെ, നിങ്ങൾ ലെവൽ 4 നമുക്ക് ആദ്യത്തെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ നൈസ് ആയിരുന്നു. അത് കുറെ ലെവൽ ഒത്തിരി ഉണ്ട് ഇനി. അത് ആണോ? അത് ആദ്യം തൊട്ട് കളിച്ചു പോകണമെന്ന് നിർബന്ധമുള്ള അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. അങ്ങനെ സ്റ്റോറി ബേസ്. അല്ല, ഇതെങ്ങനെയാണ് ഓരോ ലെവൽ കഴിയുമ്പോഴും പേടിത്തത്തിന്റെ അളവ് കൂടുവാണോ? പേടിത്തമല്ലല്ലോ, അതിനെന്താ പറയുന്നേ? ഓരോ ഇതിലും ഓരോ ഇത് പ്രേതം പറഞ്ഞ. ഇതില് ഫസ്റ്റ് ശരത്തേട്ടന്റെ പണി പോലത്തെ പ്രയത്തിനെ കിട്ടോ? ചെറിയ രസമുള്ള കാണാൻ. അത് ലോക്കല്. അല്ല, നമുക്ക് അതിൽ തുടങ്ങാം. അത് ഏറ്റവും ലോക്കല്. അതപ്പോ വേറെ കൈ കൊറേ കൈ കെട്ടി വെച്ചൊരുത്തം വരും, ഒരു ഹൾക്കിന്റെ മോൻ. അത് കഴിഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടോ? അത് നിങ്ങൾ കളിച്ച് കഴിഞ്ഞോ? ആ ലെവല് കഴിഞ്ഞായിരുന്നോ ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞത്? അതൊക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമില്ല, എന്നാ ഓക്കെയാണ്. ഇല്ല, അത് കഴിഞ്ഞില്ല. അതിനി അല്ല, എങ്കിൽ പിന്നെ ഒന്നേം തുടങ്ങണം, അതാണ് ചോദിക്കുന്നത്. അതൊക്കെ സർപ്രൈസാ, ബാക്കിയുള്ള സർപ്രൈസാ. എടാ ഒരുത്തന് ഒരു ഉപദേശം കൊടുക്കട്ടെ. എടാ, അറ്റ്ലീസ്റ്റ് ഒരുത്തനെ ഗുണദോഷിക്കുമ്പോ സ്പെല്ലിംഗ് എങ്കിലും അറിയണം. വയ്യു വേസ്റ്റ് മണിന്ന്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അരക്കെട്ടല്ലേടാ നീ ഉദ്ദേശിച്ചത്? ഫാസ്റ്റ് ബീസ്റ്റേ. ബീസ്റ്റ് പറയല്ലേ, ഇത് വേസ്റ്റ് മണിന്ന്. അല്ല, വേസ്റ്റ്. കമന്റ് വേസ്റ്റ് ആയില്ലടാ. വിളിക്കോ? കോള് വിളിക്കാൻ പറയട്ടാ നിന്നെ. നമുക്കറിയാം. നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് അതുകൊണ്ട് സീരിയല്ല. ചിൽ ബ്രോ, ഈസി ഗെയിമാ. 4 റൗണ്ട് തീർത്ത് ബാബു ചേട്ടാ. എവിടെയായിരുന്നു 4 റൗണ്ട്? നമ്മള് വിളിച്ചാണ് ഇന്നലെ. എന്നെ വിളിച്ചോ? എപ്പോ വിളിച്ചു? എവിടെ? ആരോ മറ്റേ വീശി ഇരുന്നായിരിക്കും. ബാല എവിടെ ഇരുന്ന് വിളിച്ചു? അവൻ വീട്ടിൽ ഇരുന്ന് ഉറക്കം വിളിച്ചു കാണും. എന്നെയൊന്നും വിളിച്ചിട്ടില്ലാരും. വിളിച്ചെന്ന് പറഞ്ഞില്ല. ഇല്ല, കുഴപ്പമില്ല. എനിക്ക് അത് പറഞ്ഞിട്ട് ഞാനങ്ങനെ വിഷമവും കാര്യമാണെന്ന് പറയാറില്ല. അത് പോട്ടെ. ശരത്തേട്ടന്റെ പണി പ്രയത്നം കാണാം. ശരത്തേട്ടനെ കൊണ്ടെങ്കിൽ എളുപ്പമാടാ. പ്രേതവും ശരത്തേട്ടനായിട്ട് ഒരു റൂമിൽ കഴിയും. നമുക്ക് ടാസ്ക് ചെയ്യാൻ ബാക്കിയുള്ളവരും ഉണ്ടായിരുന്നു തന്നെ. ശരത്തേട്ടൻ വരത്തില്ല. നോ, രായൻ വന്നപ്പോ വിളിച്ചില്ല. ഇല്ല, ഫേക്ക് ഫ്രണ്ട്സ്. അല്ല, അത് കുഴപ്പമില്ല. അത് നിങ്ങൾ പറയല്ലേ. ഞാൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഫുള്ള് ഞാൻ വീശിലുണ്ടായിരുന്നു.
ഞാൻ ഇന്നലെ ഒരു പണിയില്ലാതെ വീസി ഇരിക്കുകയായിരുന്നു. കുറച്ചിട്ട് അപ്പൊ തന്നെ പോയായിരുന്നു. പോടാ 10 മണി വരെ ഞാൻ വീസിൽ വെയിറ്റ് ചെയ്തിരുന്നു. എന്തെങ്കിലും കളിക്കാം നമ്മള് പോയി. നമ്മള് കളിച്ചത് 10-12 മണിയൊക്കെ. അത് പിന്നെ 10:30 ആകുമ്പോ എനിക്ക് ഉറക്കം വരും. 10 മണിക്ക് ഉറക്കം വരുമല്ലേ? പിന്നെ 10:30 ഉറങ്ങോളിയാ. 10:30-11 മണി മാക്സിമം. മോശമായിട്ടാ ചന്ദ്രു. ഇല്ല അങ്ങനെ പറയണ്ട, അങ്ങനെ പറയല്ലേ കേസ്. അവനങ്ങനെ അവൻ ഇങ്ങനെ പേരിന് പറഞ്ഞതേ ഉള്ളു. അവനങ്ങനെ എന്തോ എനിക്ക് എന്റെ ചന്ദ്രു ഇങ്ങനെ അല്ല. അതെന്താടാ എന്ത് പറ്റി? ചുമ്മാ നീ ആയിരുന്നാ മാമ? ഇവനെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലാത്ത ഒരുത്തനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എടാ ഇവനെ കൊണ്ട് ഉപയോഗം ഉണ്ടായിരുന്നു ചന്ദ്ര. എപ്പോഴും അറിയാം. ഹലോ, നീ അന്ന് നിന്റെ മൗസും കീബോർഡും ചോദിച്ചപ്പോ നീ 2 ദിവസത്തിന്റെ അകത്ത് കണ്ടന്റ് ഇറങ്ങും, അപ്പൊ നിനക്ക് എഡിറ്റ് ചെയ്യണം പറഞ്ഞിട്ട് ആ കണ്ടന്റ് ഇറങ്ങി കണ്ടന്റ് ഒന്ന് കാണിച്ചു തരാമോന്ന്? എടാ ശരിക്കും മാമ സത്യമല്ലേ മാമ? നിന്നെ കൊണ്ട് അവസാനമായിട്ട് ഉപയോഗം ഉണ്ടായത് എടാ ചന്ദ്ര ഇവനെ കൊണ്ട് അവസാനം ഉപയോഗം ഉണ്ടായത് എന്തെന്ന് അറിയാളിയാ? 2020 നമ്മള് മറ്റേ സിറ്റിയിലോട്ട് ആദ്യമായിട്ട് വന്നപ്പോ ഇവൻ മറ്റേ മാഫിയ എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ അത് ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ല, അവന്മാരുണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് തോക്കും പൈസയും നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് തോക്കും പൈസയും കൊണ്ടുവന്ന് ഇന്നേ വരാ. അതിനുശേഷം അങ്ങനെ പറയുന്ന ബാബുശേട്ടൻ അറ്റ്ലീസ്റ്റ് സിനിമാറ്റിക്സ് കേട്ടുന്നതിലും അവനായിരുന്നു കേട്ടാ. എടാ സിനിമ ആ പോട്ടെ. അങ്ങനെയാണെങ്കിലേ കണ്ണാപ്പി അങ്ങനെയാണെങ്കിലേ ബാബു സിനിമാറ്റിക്സ് ഉള്ള സമയത്ത് നീ ടിവിയിൽ പോലില്ല കണ്ണാപ്പി, മനസ്സിലാക്കണം. അല്ലെ അത് വിട്. ചന്ദ്ര അത് മാത്രമല്ല നിലയില്ല. അത് മാത്രമല്ല ഇവ എന്നെ ഏറ്റവും കൂടുതൽ കേട്ടിയ സിനിമാറ്റിക്സ് ഇല്ലേ, അതൊന്നും ഇതുവരെ വെളിയിൽ പോലും ഇറക്കിയിട്ടില്ല. പിന്നെ നീ വെച്ചിരിക്കണ, നീ അമക്കി വെച്ചിരിക്കണ, നീ അവ ഇറക്കിയിട്ടുണ്ട്. ഈ മയിലിന്റെ സൗണ്ട് കുറച്ച് വെക്കിട്ട് ഇതിപ്പം മെറ്റ മാറിയാട്ടാ. ഇതിപ്പം നൈസായിട്ട് ഈകള് നമ്മടെ ഗോകുനെ വലിച്ച്, ഗോകുനെയും ബാബുനെ വലിച്ച് എന്താ മറ്റാ ബാക്ക് റൂം കളിക്കാൻ വലിച്ച്. എടാ വലിച്ചിട്ടില്ല. എടാ നീയൊക്കെ എപ്പോഴും വീസി കാണുമല്ലോ. ഞാൻ വീസി ഇല്ലാത്തോണ്ട് തന്നെ വിളിച്ചേ. ഇപ്പോഴും വിശ്വാസത്തിലിരിക്കുകയാണ് അവരുണ്ടെന്ന്. നമ്മൾ എലിയ ടീമിലോട്ട് എടുക്കാം. ചന്ദ്ര കളിച്ചു തുടങ്ങിയത് നമ്മളാണല്ലോ. ചന്ദ്ര നമ്മളെല്ലാരും ഒഴിവാക്കിയല്ലേ? ചന്ദ്രനുണ്ട്. ചന്ദ്രനാണ് ഈ ടീം സെറ്റ് ചെയ്ത് തന്നെ. ചന്ദ്ര ഇവനെ മാത്രമേ വിളിച്ചുള്ളൂ. ഈകള് എവനെയും ബാബുവിനെയും മാത്രം വലിച്ച് 3 പേര്. ഇനി ഇറ്റാച്ചി പോയാ? ഇറ്റാച്ചി അപ്പൊ തന്നെ പണങ്ങി പോയി. ബാല തകർന്നിരിക്കുകയാണ്. ഇന്ന് പുഷിംഗ് ടൂർ കളിച്ചു തീർത്താലോ? അതെങ്ങനെ ഐഡിയ? നമുക്ക് തീർത്താലോ ചന്ദ്ര? തുടങ്ങിയാലോ ചന്ദ്ര? സർപ്രൈസ് ആയിട്ട് തുടങ്ങിയാലോ ചന്ദ്ര? അല്ല അത്രയും ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് അത്രയും വെച്ച് തുടങ്ങാനേ. ഒന്നേം തുടങ്ങിയാലേ ഇനി മറ്റേ ഫ്ലോ കിട്ടുള്ളൂ കേട്ടോ. ഇനി അല്ലാതെ പകുതി വെച്ച് തുടങ്ങി കഴിഞ്ഞാല് കല്ലൊരു വഴിക്ക് പോകും, നമ്മള് വേറെ വഴിക്ക് പോകും. അല്ല ഒന്നേം കളിക്കാം. അതിലൊരു ബാഹുബലി ഉണ്ടായിരുന്നു, എന്റെ ഓർമ്മയുണ്ടോ? പിന്നെ എവിടെ കണ്ടില്ല? അത് ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. ഓക്കെ ഓർമ്മയില്ല. ചന്ദ്രൻ അധികം കിടന്ന് സൂചിക്കുന്നു. 2 തവണ ചന്ദ്രന് കൊടുത്തേ. നീ എന്നിട്ട് ഉണ്ടാക്കാൻ വന്നിട്ടല്ലേ ഞാൻ നിന്റെ സൈഡിൽ കൂടെ നിന്ന ചങ്ക് പറിച്ചു തരും ഞാൻ. ചതിയില്ല. എങ്കിൽ ചതി ഒന്നാമത്തെ ചതിയിൽ വഞ്ചന ഇല്ലെന്നാണ്. ഓക്കെ വാ. ഇല്ല ഇപ്പഴല്ല, അങ്ങനെ വേണ്ട. അവന് സസ്സായിരിക്കും. നമുക്ക് ഇപ്പഴല്ല അവസരം കിട്ടും. പാവോടാ. അങ്ങനെ എന്നെ വിളിച്ചോണ്ട് പോയി നിന്റെ സൈഡ് ആക്കാന്ന് വിചാരിക്കണ്ട കണ്ണാപ്പി. ഓക്കെ കണ്ണാപ്പി. നമ്മുടെ ഗോകുനെയും നമ്മുടെ ടീമിനെ 2 വലിച്ച് ഈകള്. ആരൊക്കെയാ വലിച്ചത്? ആരൊക്കെയാണ് പോയത്? ഗോകുനെ വലിച്ച്. അത് മാത്രമല്ലോ. ബാബുനെ വലിച്ച്. നിങ്ങൾ ടീമിലില്ല. പക്ഷേ ചന്ദ്രൻ പറഞ്ഞത് ഒരിക്കലെങ്കിലും ടീമിൽ കൊണ്ടുവരണം ആഗ്രഹിച്ചിട്ടുണ്ട്.
ഗോകുവിന്റെ അതിലാണ് നമ്മുടെ 4 ലെവല് സേവ് ആയി കിടക്കുന്നത്. അയ്യോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവും? എടാ, എടാ ചന്ദ്ര അളിയാ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടെ. നൗ ഇറ്റ് മേക്ക് സെൻസ്. മനസ്സിലായില്ലേ? ഈഗിൾ ബ്രോ ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഗോകുവിനെ വിളിച്ചത് നൗ ഇറ്റ് മേക്ക് സെൻസ്. ചന്ദ്ര അത് ഊമ്പിയില്ല ചന്ദ്ര നമ്മള്. എടാ നമ്മള് 4 ലെവൽ വരെ എത്തിയതാണ്. നമ്മൾ ഇനി എങ്ങനെ എത്താനാണ്? എടേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്തുവാടാ മറ്റേ വാലറിന്റെ റാങ്ക് പുഷോ 4 ലെവൽ മുതൽ കളിയണാന്നേ വരുന്നത്. അത് കളിച്ചു നോക്ക്. അപ്പൊ അവിടെ അപ്പൊ കേറിക്കോട്. അളിയ ഇതിലും വലിയ പ്രയത്നം കണ്ടിട്ടുണ്ട്, കൊറേ കളിച്ചിട്ടുണ്ട്. പ്രേതത്തിന്റെ എല്ലാം പിന്നെ മൈൻഡ് ആവും 4ാമത്തെ ലെവൽ വരെ എത്തുമ്പോഴേക്കും മടുക്കും പെട്ടെന്ന്. അപ്പൊ പിന്നെ നിങ്ങൾ ഇനി കളിക്കണ്ട, അടുത്തില്ലേ ഓൾറെഡി? അങ്ങനെയല്ലത് 4 ലെവൽ എടുക്കുമ്പോ മടുക്കും, എന്നിട്ട് പറയണ വാറ്റിന്റെ സേവ് ചെയ്തിരിക്കുന്നത്. വാറ്റണ്ണന്റെ സ്റ്റീം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. വേറെ ആരും സ്റ്റീം എടുത്ത് കൊടുത്താൽ അതെ അതായിരിക്കും നല്ലത്. അല്ലേ പിന്നെ കളിക്കാനൊന്നും പറ്റൂല കേട്ടാ, നമ്മളത് പരിപാടി നിർത്തി. ഇല്ല എനിക്ക് തോന്നേ ഈഗിൾ ബ്രോ അത് ക്യാൻസൽ ചെയ്തെന്ന് തോന്നണ, അതാണ് സ്റ്റോറി ഇടാത്തതെന്ന് തോന്നണടാ. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റോറി ഇട്ടെന്നെ. എനിക്കൊന്ന് വാറ്റുന്നില്ല. വാറ്റ് ഇന്നലെ ലൈവ് ഇട്ടാ ഉണ്ടോ? അടാ വാറ്റിനൊരു പ്രത്യേകത ഉണ്ടല്ലേ, അവൻ ഒരു ദിവസം ലൈവ് ഇട്ട് 4 DJയും കാണിച്ച് കുറച്ച് നേരം ഇരുന്ന് 5 മണിക്കൂർ ലൈവ് ഇട്ടാ അടുത്ത ദിവസം അവന് ഡേറ്റിന് പോകണം, മറ്റേ കറങ്ങാൻ പോകണം, മനസ്സിലായി, കളിക്കാൻ പോകണം, പിന്നെ എന്തെങ്കിലും അടിച്ച് കിണ്ടിയ മീൻസ് അവൻ അവിടെ ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അതിലൊക്കെ ആരാടാ ഡൗട്ട് ചോദിക്കുന്നേ? അവനെ ഒരു മാന്യനാണ് കേട്ടോ. TT അവിടെ ഉള്ളിടത്തോളം കാലം. എടാ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ വാനിഷ് ആവും. നിങ്ങൾ നോക്കിക്കോ. ഉറപ്പാണ് ഉറപ്പാണ്. ചന്ദ്ര ആൾക്കൊരു ടാർഗറ്റ് ഉണ്ട്, അത് എത്തുമ്പോ ആളെ കാണാൻ കിട്ടൂലേ. ഞാൻ ഉള്ള കാര്യം പറയാം. കാണുവാനില്ല ചന്ദ്ര നമ്മളിനി എന്ത് ചെയ്യും? അതാണ് ഞാനും ചോദിക്കുന്നത്. ഇല്ല നൈസായിട്ട് ഗോകുനെ വിട്ടുകൊടുക്കില്ല നമ്മള്. നൈസായിട്ട് ബാബുവിനെ ഈകളുടെ തലക്ക് അടിച്ചു കൊടുത്ത് അങ്ങനെ പറ്റില്ല. ഗോകു ആടാണെങ്കിൽ അല്ലെങ്കിൽ അവനെ പരുന്ത് രാണയില്ലേ അല്ലെങ്കിൽ രായില്ല രായ നൈസായിട്ട് കിണ്ടിട്ടെ രാണയില്ലെങ്കിൽ ബാബുസേട്ടനും വാസുണ്ണനും കേറാനുള്ള സ്പേസ് നമുക്കുണ്ട്. എങ്ങനെയുണ്ട്? രായില്ലെങ്കിൽ ഈഗിൾ ബ്രോയും ഞാനും നിങ്ങളുടെ ടീമിൽ കയറിയാലും മതിയല്ലേ? ശരിയാണല്ലോ, നല്ല ഓപ്ഷനാണ്. എന്റെ അടുത്ത് കുറച്ചു മുന്നേ കൂടെ പറഞ്ഞാണ് കളിക്കണമെന്ന്. രായിന്റെ ഗെയിം ഇല്ലെന്ന് പറഞ്ഞാ എന്റെ അടുത്ത് ഒന്ന് ഗെയിം ഉണ്ടോ വാങ്ങിത്തരോ ഗിഫ്റ്റ് ചെയ്യാന്നൊക്കെ ചോദിച്ചു. ചുമ്മാ ചുമ്മാ എന്തൊക്കെ പറയണത്. എടാ പോടാ, ശരിക്കും വിളിച്ചതാ ഞാന്. ഗോകു, ചന്ദ്രൻ, ഈഗിൾ ബ്രോ, ഇവർ ഇത്ര പേര്. ചന്ദ്രൻ എല്ലാം അറിയാം കേട്ടോ. നിങ്ങളെ കണ്ടപ്പോ നൈസായിട്ട് അയ്യോടെ എന്നെ വിളിച്ചില്ലടാ. അല്ല ചന്ദ്രൻ എങ്ങനെ ഒഴിവായി എന്ന് പറയണ? ചന്ദ്രൻ എന്തായാലും ഉണ്ടാവൂലോ. ചന്ദ്ര ഉണ്ട്. ഈഗിൾ ബ്രോ മനപ്പൂർവ്വം ഒഴിവാക്കി ഒറ്റ ആളുകൾ കണ്ണാപ്പി. നമ്മളെ മുമ്പിച്ച് പോലെ നമുക്ക് കളിക്കാൻ പോലെ ഫുട്ബോളും കളിച്ചിരിക്കണം. പേടിക്കല്ലേ, നമുക്ക് ടോസറാ. എന്തിന് നീ ഈഗിൾ ബ്രോയുടെ ടീമിൽ കളിക്കണോ ഇവന്മാരുടെ പഴയ പോലെ കളിക്കണോ ടോസാ? അത് അത്ര നിർബന്ധമൊന്നുമില്ല. അതല്ല ഗോകു ആണ് നമ്മുടെ ലെവല്. കളിക്കണം ആരാണെങ്കിലും പ്രശ്നമില്ല. പ്രശ്നം ഇത്രേ ഉള്ളൂ. ആ ലെവൽ 4 എടാ ഒരു കാര്യം ചെയ്യാം, ആ ലെവൽ 5 തൊട്ട് ഞങ്ങൾ കളിച്ചോളാം. നിങ്ങൾ ചില്ലാവും, നിങ്ങൾ കളി കണ്ടോ ഞങ്ങളുടെ. ചന്ദ്ര നീ ഉണ്ടല്ലോ, നിനക്ക് ഓക്കെ അല്ലേ ചന്ദ്ര? എനിക്ക് ഓക്കെ അല്ല. അതെന്തായാലും നിന്നെ കൂട്ടല്ലേ? ഞാൻ ചതിക്കില്ല. അയ്യോ ചതിക്ക് പേര് കേട്ടവൻ, അവൻ ചതിക്കൂല പോലും. ഇത് ഒത്തിരിപേടെ കളിയാണ്. ചന്ദ്ര നമ്മൾ ഒത്തൊരുമിച്ച് തീർത്ത കളിയുടെ കഥയൊന്നും നീ പറയല്ലേ. അതേത് കളിയാണ് നമ്മള് ചെയിൻ ടുഗദർ ഇരുന്ന ഒരു ഇരിപ്പുണ്ടായിരുന്നു. എന്റെ അമ്മോ, ഇരുന്നത് 4 വീട്ടിലാണെങ്കിലും ചങ്ങല വരെ ഇട്ടിട്ടായിരുന്നേ. ഹലോ എന്തൊക്കെ പറഞ്ഞാലും അളിയ ഇവന്മാരെ സടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ചന്ദ്രൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്നേ. ഈഗിൾ ബ്രോ പറഞ്ഞാണോ ചന്ദ്രനും ഇത് അറിഞ്ഞ് ചന്ദ്രനും ഉണ്ടെന്ന് പറഞ്ഞാണോ? ഇപ്പൊ പറയല്ലേ ചന്ദ്രൻ പറയല്ലേ? ഇട ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ലടാ, എന്നെ ആരും വിളിച്ചില്ലടാ. നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പാവപ്പെട്ടവരെ നീ മനസ്സിലാലോചിച്ചു. എങ്ങനെ തോന്നിയടാ ഈഗിൾ തോക്കിയ പറയാൻ?
എടാ അളിയാ നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഓക്കെ പറഞ്ഞവൻ. നീ വെറും അവജാതിയാണ് ഗോകുൽ, സത്യം എടാ പറയാലോ. വാറ്റ ചന്ദ്രനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഓക്കെ പറഞ്ഞേ? ആ ചന്ദ്രൻ ഉണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രൻ നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടില്ല, എടുത്തില്ലെന്ന് പറഞ്ഞു. ഉറി. എടാ നിന്നെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു. എടാ നമ്മളെല്ലാരും തന്നെ ഇപ്പൊ വീശിരിക്കണ 5 പേര്, പക്ഷെ രായൻ തേഞ്ഞ് അങ്ങനെയാണെങ്കിൽ പാവടാ രായനെ കേട്ടാടാ. ഇറ്റാച്ചിയുടെ തൂറ്റില് മാറിയില്ലല്ലോ. നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഞാൻ പറഞ്ഞുതരാം. ഇറ്റാച്ച് 1, ഞാൻ 2, ബാബു 3, ബാല 4, ഗോകു 5, ടുമോർ 6. ഇനി എവിടെ സ്പേസ്? അഞ്ചരിക്കലേ പറ്റുള്ളൂ. അല്ല ഒരു കാര്യം പറട്ടാ, ഈഗിളിന്റെ വീട്ടിൽ കറണ്ട് ഇല്ല. പിന്നെ കൊച്ചിലല്ലേ ഈകള്? എടാ കൊച്ചിയിൽ എന്ത് കറണ്ട് വെക്കൂടെ? കേരളം മുഴുവൻ പവർ കട്ടുണ്ട്. ഇവിടെ കറണ്ട് ഒന്നും പോടുന്നില്ല കൊച്ചിൽ, ഇവിടെ ഇപ്പോഴും ഉണ്ട് കറണ്ട്. രാവിലെയാണ് കറണ്ട് പോണത്, രാവിലെ 10 മണിക്ക്. ഇല്ലല്ല നിങ്ങൾ കളിച്ചോ, ഞാൻ അങ്ങനെ പോലെ ഇറ്റാച്ചി, അങ്ങനെ സാഡ് ആയിട്ട് പോലെ നീ. അങ്ങനെ പോലടാ, അങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ സ്റ്റീമിന്റെ ഐഡിയും പാസ്വേഡും തന്നിട്ട് പോയി എനിക്ക് ഗെയിം വാങ്ങിക്കണ്ടല്ലോ നീ. അതെ എന്തെങ്കിലും ഉപകാരം ചെയ്യണം, എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും കൊണം. അല്ല എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ട് പോടാ, ഇങ്ങനെ വെറുതെ പോലെടാ. അല്ല ബാലൻ പോകത്തില്ല, കാരണം ബാലിന് കളിക്കാനുള്ളതാ ഞങ്ങളോടെ. ബാലിന് ഇത് കളിച്ചിട്ട് വേണം 1-ാം തരം ഒരു കണ്ടന്റ് വെട്ടാൻ. ഇന്നലെ കണ്ടന്റ് ഒന്നും നേരെ കിട്ടിയില്ലെന്നാ പറഞ്ഞേ. അയ്യോ ഇല്ല നമ്മള് കളിച്ചാ അത് എടുക്കൂല, പുതിയത് എടുക്കുള്ളൂ. അതത്രേ ഉള്ളൂ അളിയാ. വാറ്റണ്ണ നമ്മള് കളിച്ചു വെച്ചത് എപ്പ കണ്ടിന്യൂ ചെയ്യും ഇപ്പൊ? അതമ്മ ഇന്നെന്തായാലും ഇവന്മാര് രണ്ടുപേരും ഇന്നത്തേക്കേ ഉള്ളു, മനസ്സിലായില്ലേ? അയ്യോ വാറ്റേ അളിയാ, കൺസിസ്റ്റന്റ് ആണേ ഞാൻ കൺസിസ്റ്റന്റ് ആണേ. ബാബു ഈഗിൾ ഇന്നത്തെ ഉള്ളു. ഇടി ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറ, നീ സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറ. നീ എന്നെ കൂടെ സ്കാം ചെയ്യല്ലേ, ഇങ്ങനെ സ്കാമർ ആക്കല്ലേ നിന്നെ. അളിയാ മെനിങ്ങാന്ന് ഞാൻ ലൈവ് ഇട്ടു, അതിനുശേഷം ഈഗിളോട് ഡിസ്കോഡ് ചെയ്തിരുന്നു. ഇന്നലെ ആരെങ്കിലും ലൈവ് ഇട്ടാ കൂടെ കളിക്കാന്നും പറഞ്ഞിരുന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ സിറ്റി കയറി ചന്ദ്രനെ കുതിര വെച്ച് 3 വട്ടം ഇടിച്ചിട്ടു. അളിയാ ഇന്നലെ ഞാൻ നിന്നെ ഒരു 3-4 വട്ടം ഇടിച്ചിട്ട് ഈഗിൾ അത്ര ആഗ്രഹിച്ചെന്ന് പറഞ്ഞല്ലോ, അവനെ ഇതാക്കല്ലടാ അങ്ങനെ. ആരാ ചന്ദ്രൻ മുസംബിനെക്കാട്ടും വലിയ ആളാണ് കേട്ടോ ചന്ദ്രൻ. മുസംബി ചെറുത്. ഇവിടെ കേട്ടറിയാൻ കറണ്ട് ഇല്ലെന്ന്. കറണ്ട് ഇല്ലടാ ഇവിടെ മൈല്. കൊച്ചിലല്ലേ ഇവിടെ അല്ലേ? ഞാൻ ഇവിടെ ഉണ്ടോ? ഇവിടെ കറണ്ട് ഇല്ല. ഇൻവെർട്ടർ ഉണ്ടല്ലോ, അതെന്തേ? അളിയാ ഇന്ന് PC-ല് രാവിലെ ഉച്ചതൊട്ടേ മൊത്തം സോഫ്റ്റ്വെയറും അതും ഇതും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും അതിനകത്ത് ചാർജ് തീർന്നു. വൈകുന്നേരം തൊട്ട് ഇവിടെ കറണ്ട് ഇല്ലടാ. ഭയങ്കര ഇവിടെ ഒടുക്കത്തെ മഴ ഇവിടെ. അതാണ് സേഫ് ആയിട്ടിരിക്കേ. ഇപ്പൊ എന്ത് കറണ്ട് ഇല്ലേ? ഹലോ ഇപ്പൊ കറണ്ട് ഇല്ലേ? കറണ്ട് ഇല്ലടാ, കറണ്ട് ഇല്ലടാ. വിളിക്കണോ? അവിടെ ആരെങ്കിലും വിളിക്കണോ? മെയിൻ ആയിട്ട് ആരെങ്കിലും വിളിച്ച് സംസാരിക്കണം. ദയവ് ഇത് ആരെയും വിളിക്കണ്ട, ആരും വിളിക്കണ്ട. കറണ്ട് വന്ന അപ്പൊ തന്നെ ഞാൻ വന്നോളാം. അല്ല KCB-ല് നമുക്ക് ശരത്തേണ്ട ആളുണ്ട്. മറ്റേ ഇടീന്റെ ഇതൊക്കെ സാധ്യത കൂടുതലാണ് എറണാകുളത്ത്. ഇടിയോട് കൂടിയ മഴ, നിലയ്ക്കാത്ത മഴ എന്നാണ് കേട്ടത്. അതൊക്കെ അങ്ങനെയാണ് എന്തിരോ. നീ നോക്കി കറണ്ട് വന്ന്. എടാ എന്തിനാ നശിച്ച ചിന്താഗതി കണ്ണാപ്പി, നിനക്ക് എന്താ നേടാനുള്ളത്? ഇപ്പൊ അങ്ങനല്ലേ വന്ന് പോകുന്ന സ്വാഭാവികമല്ലേ ഭവിച്ചു? എന്താണ് എടാ പക്ഷെ ഇത് രാവിലെ തൊട്ട് പോയതാടാ, ഇതുവരെ വന്നില്ല, ഇപ്പഴാ വന്നേ. അപ്പൊ തന്നെ നീ പോകുന്നു പറഞ്ഞാ ആണോ? ലൈവ് ഇടട്ടെ. നോക്കി കിട്ടാതെ കേട്ടാ. ആലോചിച്ചിട്ടാ ഇത്ര ഇപ്പൊ ലേറ്റ് ആയില്ലേ? ലേറ്റ് ആയി, 10 മിനിറ്റ് ലേറ്റ് ആയി. എന്തൊക്കെ പ്രശ്നം എടാ എന്തിനാ എടാ സത്യോടാ, സത്യം കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഗോകു അല്ലെങ്കിൽ വേണ്ട മാറ്റേ കുറച്ച് പതുക്കെ ഇട്ടാ മതി, നമുക്ക് കുഴപ്പമില്ല. കോഴിക്ക് വില കുറവാണ് ഇപ്പൊ. മാറ്റേ കോഴിക്കൊക്കെ 3 ദിവസമായിട്ട് വില ഇത്തിരി കുറവാ. ഈ കുറച്ച് പതുക്കെ ഇട്ടാ മതി, കറണ്ടൊക്കെ വരും. 1-2 ദിവസം ഇടായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ ഇത് നിന്റെ ഇത് ബാല നിന്റെയിലാണ് ഇന്നലെ കളിച്ചത്, അതോ ഗോകുന്റെ മാറ്റേ അപ്പഴേ ഗെയിം പർച്ചേസ് ചെയ്ത് വെക്കുവാണേ.
എടാ നമ്മളിന്ന് കളിക്കാൻ പോയില്ല തികളെന്താ എങ്ങനെ അപ്പൊ നിങ്ങൾക്ക് സ്വന്തം കാര്യം യു പി ഞാൻ യു പി കണ്ട. യു പി എടുത്തോട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ കളിക്കാൻ വന്ന അവന്മാര് കണ്ട സ്വന്തം കാര്യം ചിന്ത എന്ത് ഓ, ആരുടെ ആര് ആ, സ്വന്തം അവരാണ് മോനെ കളിക്കാല്ലേ, കളിക്കാലോ. ഇവിടെ എത്രയും സൂപ്പർ. പേര് മോശം ഇന്റെ മോശം വാ- വലിയ കളികള് എടാ മോശം മോശം പൈസ എറിഞ്ഞ് കുറച്ച് സംഭവങ്ങള് റെഡിയാക്കുക അടേ വാറ്റേ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് എങ്ങനെ ആരൊക്കെ ഉണ്ട് കളിക്കാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ആള് രണ്ട് squad ഉണ്ട്, രണ്ട് squad ഉണ്ട്, ഞാന് ഞാനുണ്ട്. ചന്ദ്രൻ ഇല്ല. ഇറ്റാച്ചി വാറ്റണ. ഓക്കെ അപ്പൊ അപ്പൊ ഞാനാ ഞാനും ഈഗിൾ ബ്രോയും ഉണ്ട് ഞങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട് ഈഗിൾ ബ്രോയും ബാബു സേട്ടും കളിക്ക് രണ്ടുപേരുടെ കളി. വേണമെന്ന് വെച്ചാലേ പുട്ടുപോലെ ഇരുന്ന് തീർക്കും കേട്ടാ നമുക്ക് ഇത് കളിക്കേണ്ട ആവശ്യം നമുക്ക് പുഷിന്റെ കണ്ടിന്യൂ ചെയ്യാം. ആ അത് കൊള്ള ഐഡിയ കേട്ടാ ഇന്നുണ്ടാക്കട്ടാ ശരി രണ്ട് ടീമില്ലാത്തവരുത്ത രണ്ട് ടീമില്ലാത്തവരുത്ത രണ്ട് ടീമില്ല എവിടെ കേറാ എവിടെ കേറുന്നത് ശരിയാണല്ലേ ബാബു ഈഗിളും ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടെ ജയിപ്പിക്കുന്നത് ഉഫ്, അത് വാറ്റേ നീ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെ നീ കളിക്കും വാറ്റേ കേട്ടാ നീ ഇപ്പൊ യവന്മാര് പറഞ്ഞായിട്ട് നീ മൈൻഡ് മാറ്റല്ലേ എനിക്ക് വിഷമായടാ ഞാൻ ഇടാ നീ വാറ്റ നീ ആദ്യമായിട്ടല്ലോ ഒരാളെ മുമ്പിങ്ങനെ ഞാന് ബാലൻ ഇറ്റാച്ചി ബോർഗ് നമ്മള് ധൈര്യമായിട്ട് പറ്റേ. നമ്മൾ 5 പേര് നിനക്ക് വേണ്ടിട്ട് ഇവിടെ 6ാമത്തെ ആൾക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നീ നമ്മളെ കളഞ്ഞിട്ട് പോവാണല്ലേ എടാ നിങ്ങളെല്ലാം വിളിച്ച് തെറ്റാക്കി എന്റെ അടുത്ത് പറഞ്ഞേ ആരെ വിളിച്ച് ചന്ദ്ര നിന്നെ വിളിച്ചതാ നീ ഓൾറെഡി വരാന്ന് പറഞ്ഞത് ഇവിടെ വെച്ച് ഇവന്മാരെ കണ്ടിട്ട് നീ നിന്റെ ടോൺ മാറ്റിയതാ നീ അലമ്പല്ലേ നീ കള്ളനാ നീ പഠിച്ച കള്ളനാ ചന്ദ്രു എടാ ഞാൻ ചന്ദ്രൻ എന്തായാലും വിളിച്ചെന്ന് പറഞ്ഞു ചന്ദ്രൻ കാരണം ചന്ദ്രനെ വിളിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നേ എന്നെ വിളിച്ചില്ലെങ്കിൽ ബാബു എന്റെ മോൻ ഓ അപ്പൊ അല്ലെങ്കിൽ നീ തന്തയില്ലാത്തവൻ എപ്പോഴത്തേം പോലെ അല്ലെങ്കിൽ ഞാൻ നിന്റെ അല്ലെങ്കിൽ നീ എപ്പോഴത്തേം പോലെ തന്തയില്ലാത്തവൻ ഓക്കെ സമ്മതിച്ച് തന്തയില്ലാത്തവൻ എന്താ പറയാ ഞാനോട് സ്ക്വാഡിൽ കയറാം. നീ കുടിഞ്ഞിരിക്കണം ഇവനുള്ളത് കൊടുക്കാം ആരിറക്കി വിടറിക്കുമ്പോഴാണ് വാറ്റേ ഒരു കാര്യം ചെയ്യുവാ നമ്മൾ ഈഗിൾ ബ്രോ വിളിച്ചല്ലോ നമുക്ക് പോയി കളിക്കാം ഇവനെ വിളിച്ചില്ലെന്നല്ലേ പറഞ്ഞ ഇവൻ വേണ്ട എന്റെ കിടക്കുവാ വാറ്റേ അതാണ് പ്രശ്നം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മള് കളിച്ചാന്. അല്ല നിങ്ങൾ ആരൊക്കെയാ കളിക്കുന്നത് ഇപ്പൊ ശരിക്കും പറ നിങ്ങളുടെ ടീം പറ ഞാന് ടുബോർഗ് വാറ്റണ ഇറ്റാച്ചി ചന്ദ്രൻ രാണൻ. ഓ ചന്ദ്രൻ നിങ്ങളുടെ ടീമിലുണ്ടല്ലേ അപ്പൊ പിന്നെ വാറ്റ് കൊടുക്കണ്ട ആ ഗെയിം വാറ്റ് ഞങ്ങള് വേറെ ഗെയിം കളിക്കാൻ പോണ് ഞങ്ങൾക്ക് സമയമില്ല കണ്ണാപ്പി നീ ഉണ്ടോ ഒരു സ്ലോട്ട് ഉണ്ട് ഓക്കെ അപ്പൊ ബ്രോ ഞാന് കണ്ണാപ്പി വാറ്റ് അടുത്ത് എലിയെ കൂടെ വിളിക്കാം എലി കിടിലെ കോംബോ ആയിരിക്കും എലിയെ വിളിക്കാം ഹലോ അറിയാ ഊമ്പിച്ചല്ലേ ഫോൺ വിളിച്ചിട്ട് നമുക്കിത് കളിക്കണ്ടേ ചന്ദ്രൻ നൈസിന് ചന്ദ്രൻ കള്ളണ്ടാ എത്ര നൈസിന് ആളെ ചന്ദ്രനെ പോലത്തെ ഒരു ഫ്രോഡ് ബാലൻ ചന്ദ്രൻ ആ ആ ഡിസ്കോഡിൽ കേറുക ഫസ്റ്റ് രണ്ടുപേർക്കും ഞാൻ നിങ്ങൾ ടൂർണമെന്റ് കളിക്കുന്നില്ല എടാ കണ്ണാപ്പി നമുക്ക് ടീം ഇറക്കണ്ടേ എന്റെ എന്താ ഞാനുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ബാബു ഇത് ഞാൻ പറയട്ടെ വാസോണ് ലിസ്റ്റ് ഇടാൻ പറഞ്ഞു അതില് പേരിട്ടുള്ളത് എല്ലാം ഇത്തിരി തിരക്കായി പോയി പേരുടെ സമയം കിട്ടിയില്ല സബിലിരിക്കാൻ പറ്റില്ല ഞാൻ വേണമെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ വിചാരിച്ച ഒരാഴ്ച ഗ്രൈൻഡ് ചെയ്യാന്ന് വിചാരിച്ചേ ഇനിയിപ്പോ കുഴപ്പമില്ല ബാബു കമന്ററി കമന്ററി കയറാൻ സമയത്തില്ല എടാ എനിക്ക് ചന്ദ്ര എനിക്ക് ഒരു തന്തയില്ലാത്തവൻ പറഞ്ഞത് കേൾക്കണ്ട അത് വേറൊരു തന്തയില്ലാത്തവൻ എന്റെ അടുത്ത് പറയും വേണ്ട മനസ്സിലായോ എനിക്ക് ഒന്നും വേണ്ട ചന്ദ്രനെ വിളിച്ചായിട്ടില്ല കേട്ടവനും കേൾക്കാതെ ചുമ്മാ ഞാൻ വേറെ ടീം ഇറക്കാൻ പോണം ഒരു മിനിറ്റ്
ചന്ദ്രൻ ആ ടുബോർഗ് ഉണ്ട് കണ്ട നീ കളിക്കുന്നില്ലെങ്കിൽ ഞാൻ ബാബുവിനെ കയറ്റി ടുബോർഗ്. അതെന്ത് വർത്താനം സംസാരിക്കുന്നത്? ഞാൻ 100% ഉറപ്പ് പറയാം, ടൂർണമെന്റിന്റെ തലേദിവസം രണ്ടുമാര് കാണൂല, ഞാൻ കയറിക്കോളാം, ആ സമയത്ത് കയറിക്കോളാം. ഉറപ്പാണ് 1000 ഒന്നേ കറണ്ട് കമ്പ്യൂട്ടർ എന്തെങ്കിലും സാധനം കത്തിപ്പോവും മാരുടെ. എന്റെ ലൈവ് ജോയിൻ ചെയ്ത് കേറി ഉടനെ നേരെ ചെന്നിട്ട് ഇവിടെ ഒരു ഇതുണ്ട് അവിടെ അത് എടാ ഇത് വെബ്സൈറ്റ് വഴിയല്ലേ ഉള്ളൂ, അത് ഡിസ്കോഡിലും ചെയ്യണോ? രജിസ്ട്രേഷൻ കണ്ട രജിസ്ട്രേഷൻ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാ, ഇവിടെ ക്ലിക്ക് ചെയ്യാതെ ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞുണ്ട്, ഇവിടെ ലോഗിൻ കൊടുക്കുക, കണക്ട് ചെയ്യുക, ഡിസ്കോഡ് കൊണ്ടുപോരാ ഹലോ കൊടുക്കുക, ഇവിടെ ഈ സാധനം എന്നിട്ട് ക്ലോസ് ചെയ്യാം. അപ്പം ലോഗിൻ ആയി കഴിഞ്ഞു. ഇത്രയും ചെയ്യ് പെട്ടെന്ന്. ഞാൻ എനിക്കൊന്നും വേണം, ഞാൻ ആരെങ്കിലും ആദ്യം കിണ്ടാൻ നോക്കട്ടെ ഇതിന്ന്. ഞാൻ നോക്കട്ടെ. ഓ അത് കൊള്ളാം കേട്ടാ. ഈ ലെഫ്റ്റിൽ നിൽക്കുന്ന അപ്പാപ്പനാണോ? ഓ അങ്ങനെ, ഞാൻ വിചാരിച്ച അപ്പം വേറെ ടീം ഇറക്കുവാന്ന്. അങ്ങനല്ല, എടാ എങ്കിൽ പിന്നെ എക്സ്ലാൻഡിസ് എക്സ് ഈഗിൾ ബ്രോ അല്ലെ ഈഗിൾ ബ്രോ ലെഫ്റ്റിൽ നിർത്തണം. എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് കേട്ടോ, എഴുതിയിരിക്കുന്ന അനുസരിച്ച് അത് നിർത്താനുള്ളായിരുന്നു കേട്ടോ. അത് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി അല്ലേ? അല്ലേ രായ, പറ്റിയല്ലേ? എവിടെ അത് നോക്കട്ടെ, അത് നോക്കട്ടെ. അവരാതി മക്കളൊന്ന് അലക്കണം, നിർത്തുവാടാ. അനൗൺസ്മെന്റ് ലിങ്ക് ഉണ്ട്. ഞാൻ നിനക്ക് അയച്ചു തന്നു, നിനക്ക് കണ്ടൂടെ? ഇതാ കിടക്കണം 3 പേർക്ക് അയച്ചു ലിംഗത്തിന്റെ ഫോട്ടോ നടക്കുന്ന ടീം മണ്ടനാ ചന്ദ്ര, നീ മണ്ടനാടാ. ഇത്രയും നേരം കാണിച്ചു തന്നിട്ട് ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞാ. ഇനി സൈറ്റ് ഞാൻ അയച്ചുതരാം നിനക്ക്. RGCofficial.tv/ ഇതാണ് ചന്ദ്രു, പഴയ ചന്ദ്രു അല്ലടാ, പിണക്കോടാ. ഭയങ്കര പിണക്കം കേട്ടോ ചന്ദ്ര. നിന്റെ ഉറ്റ നൻപനാണ്. ഞാൻ പറയാം, നിന്റെ ഉറ്റ നൻപനാണ്. ഇതുപോലെ രൂപനാവരെന്ന് പറയണം അവനോട്, മനസ്സിലായില്ലേ? കൈ തട്ടിയതാ പിണങ്ങേഷ്. ഞാൻ പറഞ്ഞേ ചന്ദ്ര എന്തേലും പറഞ്ഞു കേറിയൊക്കെ പിടിക്കും. അല്ല കേറി പിടിക്കാനാണല്ലോ നീകൻ. എടാ അവര് പിടിക്കാലെങ്കിലും കണ്ട നിനക്കെന്തുണ്ടാ? എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നില്ല കേട്ടോ കണ്ണ, നിന്റെ അടുത്തോട്ട് സ്കിപ്പ്. അളിയാ ബാബു പറയാളിയാ കളിക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞോണ്ട് ഒരാൾ ലൈവ് ഒക്കെ ഇട്ടു. ആര് കളിക്കാവുന്നതോ? ഇവിടെ പിണങ്ങിപ്പോയി, ചന്ദ്രനൊക്കെ പിണങ്ങിപ്പോയി. ഇന്ന് ഞാൻ ഉണ്ട്. രായ ഫസ്റ്റ് ആരെ ഒഴിവാക്കണോന്ന് പറഞ്ഞത് എന്നറിയാവോ? ഇവിടെ ചന്ദ്രൻ രായൻ ഇന്ന് കാണൂല, അവന് പോരാ വേറെ ആളെ കയറ്റാന്ന്. ഞാൻ വിചാരിച്ചു നീ അത് കേട്ടിട്ടാണോ വന്നേന്ന്. യവന്മാരടുത്ത് 5 മിനിറ്റ് സംസാരിക്കാൻ എല്ലാം ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? പിണങ്ങല്ലേ ചന്ദ്ര. പി ചന്ദ്രൻ, പിണങ്ങേഷ് ചന്ദ്രൻ, പി ചന്ദ്രൻ ചെയ്തു. നീ എന്തിനാ അലക്കണം നീയൊക്കെ? ഞാൻ മന്ദാരത്തിനെ വിളിക്കട്ടെ, അവനാണ് രജിസ്റ്റർ ചെയ്യണം. നീ അവനാണ് ചെയ്യണല്ല. അവൻ ചെയ്യണം. അവൻ എന്തിട്ട് പേരിട്ടേക്കണേ? ചന്ദ്രൻ അസാൾട്ടർ എന്തോ സൈലന്റ് കില്ലർ. ചന്ദ്ര ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ കീപ് ദാറ്റ് ചിരി?
വയ്യടയവന്മാർക്ക് വയ്യടയാളിയവന്മാർക്ക് ചന്ദ്ര അത് കണ്ടിരുന്നുണ്ട് സൂപ്പർ. എന്തുവാണ് കീപ് ദാറ്റ് ചിരി ഉണ്ടോ ആരുടെയില്? സ്ക്രീൻ ഷെയർ ഇട്ട് നോക്കട്ടെ സ്ക്രീൻ ഷെയർ ഇട്ട് നോക്കട്ടെ. ഞാൻ ഇറങ്ങണേ. ചേച്ചിയുടെ പെങ്ങളടുത്ത് കയറി പറഞ്ഞു. ഇത്യാച്ചിന്റെ പെങ്ങളെടുത്താ ആർപിയിലെ? ഓക്കെ വീണ്ടും പിണങ്ങിയാടാ. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. പറയുന്നത് ഇപ്പൊ അതല്ല ഇവിടത്തെ വിഷയം, അതല്ല ഇവിടത്തെ വിഷയം എന്ന് പറയുന്നത്. ഇപ്പം വിഷയം കീപ് ദാറ്റ് ചിരി, വിഷയം കീപ് ദാറ്റ് ചിരിക്ക് നോക്കട്ടെ. അല്ല അതിലും വലിയ വിഷയം അവിടെ പിണങ്ങിയ ശാന്നാണ്. പോടാക്കുന്ന എന്താ കണ്ണ അണ്ണാ വീരപ്പൻ അതാരാ അണ്ണ? അന്നാലോ? യോ സോറി, വാസോണ്ണൊക്കെ ഇത്തിരി നേരം പറഞ്ഞിട്ട് പെട്ടെന്ന് അണ്ണാ വീരപ്പൻ. മൂന്നേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഓജി പെങ്ങളൊന്നുമല്ല. അപ്പൊ അടാ ഒരു മിനിറ്റ് ചന്ദ്ര ഒന്ന് കണ്ടോട്ടെ. നീ കുണ്ടണി കാണിച്ചതാണെന്ന് മനസ്സിലായി ഇപ്പൊ. ബാല ചെയ്തില്ലേ? ബാല ഒന്ന് പ്ലേ ചെയ്തടാ. എടാ എല്ലാരും ഡിസ്കോഡ് നോക്കിയാടാ. ഫിഫിക്കുട്ട താങ്ക് യു സോ മച്ച് ഫിഫി. ഓ അനുവാദമൊക്കെ പറഞ്ഞു പോന്ന. എന്തോ കേക്ക് ഞാൻ പ്ലേ ചെയ്യണം. ഉണ്ടല്ലേ ആരും? നല്ല ചിരിയാണ്. ഒഴുക്കി അങ്ങ് ഇറക്കി അങ്ങ് എങ്ങോട്ട് വരാന്ന് പോയിട്ട് ആ വഴിക്ക് പോയാ പോരെ. ഇവൻ ഇത് ഒരു ടിവിയെ ചന്ദ്രല്ല, ഇവൻ ഇനിവൽ ടിവിയെ കണ്ണാപ്പിയാണ്, ശരിക്കുള്ള കണ്ണാപ്പി. രണ്ട് കണ്ണാപ്പി വാ തുറന്ന് താറാവിനെ പോലെ ലുക്കുള്ള കണ്ണാപ്പിയാണ് ചന്ദ്രൻ. ചന്ദ്ര 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 പക്ഷേ ചന്ദ്ര അതെന്തൊരു സംസാരം? 3 ടീം മെയിൻ തന്നെ കേട്ടാ. അല്ലല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എടാ മെയിൻ ലൈനപ്പ് ഉണ്ടോ ഇതില്? അല്ല ഇവിടെ ആരും മെയിൻ ടീം എന്ന് പറഞ്ഞാലും അത് ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ മറ്റേ ടീമിലാണ് അവസാനം നമ്മള് ജയിച്ചു കഴിയുമ്പോഴേ ലാസ്റ്റ് ടൂർണമെന്റിനും വള്ളി ടീംസ് വിഷയം പെർഫോമൻസ് ആയിരുന്നേ. ഇതിൽ അന്താരാഷ്ട്ര പ്രശ്നം ഒന്ന് ഞങ്ങൾ കണ്ടോട്ടെ, ഒന്ന് ഇത് കണ്ടു തീർക്കാവോ? 1 മിനിറ്റ് കൂടെ ഒഴുകി ഒലിക്കുന്നുണ്ടോ അവന്റെയൊക്കെ? നിങ്ങൾ എന്താ കളിക്കാൻ പോണേ? ഓൾ ദി ബെസ്റ്റ്. കീപ് ദാറ്റ് ചിരി. Keep that chiri, bro. That chiri, bro. Keep that chiri. അല്ല ചന്ദ്രൻ ഇവിടെ ചിരിച്ചത് ഇത് വാസവൻ ചന്ദ്രന്റെ അടുത്ത് പറയുമായിരുന്നു. അല്ലല്ല ഡിസ്കോഡ് അല്ലല്ല Excuse me. Keep that chiri, okay? Vasu, you're a nice guy. Thank you so much. Vasu, I also like your chiri. Keep it up. Thank you so much. പക്ഷേ ചന്ദ്രനോട് തിരിച്ചു പറഞ്ഞില്ല. ആവശ്യമായിട്ട് ആ കുട്ടി ചന്ദ്രനോട് തിരിച്ചു പറഞ്ഞില്ല.
ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയണ ചന്ദ്ര കൊറേ നാള് മുന്നേ ഒന്നും ഇത്രക്കില്ലായിരുന്നു കേട്ടോ, ഇത്രയും ഒലിപ്പില്ലായിരുന്നു കേട്ടോ നീ. ശരി ശരി, ഇനി ഞാൻ അടുത്ത കഥ പറയാം. കണ്ണാപ്പി ഒത്തിരി ചിരിച്ചല്ലേ. അല്ല കണ്ണാപ്പി അറിയണല്ലോ അവൻ അങ്ങനെ പറഞ്ഞവര് നീ ഇതിന് പേടിക്കണേ, അവൻ പറയട്ടാ. ഒന്നും അല്ലെങ്കിൽ കണ്ണാപ്പി ഒറ്റന്റെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഒരു പൊടിക്കൊക്കെ അടങ്ങണം നമ്മള്. ഇത് സോറി വേണ്ട ചന്ദ്ര, കണ്ണാപ്പി വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കണ്ണാപ്പി ഒരു ബൈക്ക് ആകുമ്പോ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ വേറൊരാൾ ഉപയോഗിക്കും, നമ്മൾ വിൽക്കണം, അത് കഴിഞ്ഞാൽ ഉപയോഗിക്കും, അതിനൊന്നും ഒരു കാര്യമില്ല. ഇതെന്താ അല്ല വേറെന്തോ ടോപ്പിക്കല്ലേ കണ്ണാപ്പി? അപ്പൊ നീ എന്നോട് പറഞ്ഞതല്ലേ അവനോട് പറഞ്ഞു? ഇതൊരു തീരുമാനം, ഇത് ആരെ കളിക്കുന്നത്? അത് ഈ ഗോഗ് പൊലയാടി ഞാനൊരു കാര്യം പറയാം. ഞാനൊരു നല്ല ടീം ഇട്ടല്ല. ഞാൻ നല്ലൊരു ടീം ഇട്ടു. ഡ്രീമർ, ബാബു ചേട്ട്, ചന്ദ്രന്റെ പേര് പറ്റി കണ്ണാപ്പി പിന്നെ ഇതൊക്കെ കീപ് ദാറ്റ് ചിരി എന്നൊക്കെ പറയുമ്പോൾ ഒലിപ്പിക്കുന്നവന്റെ പേരാണ് ശരിക്കും കണ്ണാപ്പി. റിയൽ ലുക്കുള്ള കണ്ണാപ്പി. എന്താ അല്ല ഒന്നുമില്ല ചന്ദ്ര, ഒന്നുമില്ല. കണ്ണാപ്പിന്റെ പേരിട്ടെങ്കിൽ ആ പേരിന്റെ ഒരു ഇത് വേണം, മനസ്സിലായില്ലേ? ആ പേരിനോടൊരു കമ്മിറ്റ്മെന്റ് ചന്ദ്രൻ കാണിച്ച കണ്ടില്ല കമ്മിറ്റ്മെന്റ് അതിനോട്. എന്താ ചെയ്യാൻ പോണേ? 1 2 3 4 5 6 7 8 രായ എന്തോ പറയുന്നുണ്ട്. രായം പറയും. ശരി രായ, കീപ് ദാറ്റ് ടോക്ക്. ഞാനൊരു കാര്യം പറയാം. കണ്ണാപ്പി ഇവിടെ വന്ന് ഞാനില്ല. അപ്പൊ വാസോണ കയറ്റി കളയുന്നില്ല, പ്രശ്നം തീർന്നല്ല. ഈ ഭാഷണം തുടങ്ങിയാല് ബാക്കി കുറച്ചു പേരെ വെച്ചാൽ കയറ്റിയാ പോരെ നിങ്ങള്. എന്തിനാണ് ഇനി വേറെ ഇതായിട്ട് തുടങ്ങുന്നത് അല്ലേ? കണ്ണാപ്പി ഞാൻ ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ കളിച്ചോണ്ടിരുന്നത് വാറ്റണ്ണൻ, ചന്ദ്രൻ, ഞായണ്ണൻ, ബാലൻ, ഇറ്റാച്ചി, ടുബോർഗ്, മനസ്സിലായ? ഇതിൽ കളിക്കാനുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇറങ്ങി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ത്യാഗം ചെയ്യല്ലേ, ത്യാഗം ചെയ്യല്ലേ. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും ഇറങ്ങും, ഞാൻ എന്താ ഇറങ്ങുന്നത്? ഞാൻ ഇറങ്ങൂല, പോടാ. എന്നെ കിക്ക് ചെയ്ത് വിട്ടാലേ, നിന്നെ കിക്ക് ചെയ്ത് വിട്ടിട്ട് ഞാൻ അകത്ത് കയറുള്ളൂ ആദ്യം. ഓക്കെ ചന്ദ്രൻ പോയല്ലേ? ഓക്കെ എന്നാ നിങ്ങൾ കളിച്ചോ, ഞാൻ ഇറങ്ങി. അണ്ണനില്ല, ആരും പോരുത്, അണ്ണനില്ല. ഇല്ലേ? വോയിസ് ഡിലേ ആൾക്കാർ പറയുന്നത്. മൂടുപോയി എടാ, ലൈവിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും പറഞ്ഞ സ്ഥിരാവും കേട്ടോ. നമുക്ക് നേരെ ലൈവിൽ പോയിട്ട് നമുക്ക് കമന്റ് ഇടാം, അത് ഏറ്റവും ആൾക്കാർ പിടിച്ചോളൂ. എടാ ഈഗിൾ ബ്രോയുടെ ലൈവില് കണ്ണാപ്പി ഇരിക്കുന്നു. അല്ല ഈഗിൾ ബ്രോ തന്നെ അത്. അത് പറഞ്ഞു ഈഗിൾ ബ്രോ, അത് പറഞ്ഞു മൈൻഡ് ഫക്ക് ആയിന്ന്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അവരെ വിളിച്ച് ചോദിക്കട്ടെ. പക്ഷെ ലെഫ്റ്റ് സൈഡില് ഒരേ PC-ക്കകത്തും തന്നെ കണക്ഷൻ പോകുന്നത്, പക്ഷെ ലൈവ് പോകുന്ന അധികം ഗെയിം ഇതിലുമാണ്. കിക്കില് ടെസ്റ്റ് സ്ട്രീം ഇട്ട് നോക്കിയപ്പോഴെല്ലാം ഓക്കെ ആയിരുന്നു. അല്ല മെന്നിയുടെ 2 PC വെച്ച് കണക്ട് ചെയ്ത് മെന്നിയുടെ ഇങ്ങനല്ല, അതാ ഞാൻ പറഞ്ഞത്. മെന്നിയുടെ ഇതുപോലല്ല ചെയ്തേക്കുന്നത്.
എടാ അവിടെ വോയിസ് ഡിലേ എന്ന് പറയുമ്പോ ഈഗിൾ ബ്രോയുടെ ചുണ്ടിന്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് അവരത്തന്മാര്. എന്തൊക്കെയാടാ മണ്ടന്മാരാ. എന്തൊക്കെയാടാ പറയുന്നത്? ലിപ്പിന്റെ പ്രശ്നമാണെന്നത്. എടാ പറയുമ്പോ ഇന്നലെ PC എല്ലാം വരെ ചുവന്ന കളറിൽ സെറ്റ് ചെയ്തല്ലേ? എടാ പോയടാ ഇതാണെങ്കിട്ട്. നിന്റെയൊക്കെ വല്ലാത്ത പ്രാക്കനെ ഉള്ള കാര്യം പറയാടാ. എന്തൊരു പ്രാക്കടാ നീയൊക്കെ. നിർത്തിടാ. എടാ അതിന്റെ ഇടയില് വോയിസ് ഡിലേ കേട്ടോ. വോയിസ് ലാഗ് അടിച്ചപ്പോ ഒരുത്തം വന്ന് കമന്റ് പറയല്ലോ ഇത് ചുണ്ടിന്റെ പ്രശ്നമാന്ന്. അപ്പൊ തന്നെ ആള് ലൈവ് നിർത്തി. ആണോ? റീസ്റ്റാർട്ട് ചെയ്യാൻ പോയതല്ല, അണ്ണൻ പോയതാ, നിർത്തി പോയതല്ലേ, സെൻഡ് ചെയ്ത് പോയതാ. സൗണ്ട് ഇഷ്യൂ സൗണ്ട് ഇഷ്യൂ ആണ്. അത് റീസ്റ്റാർട്ട് ആക്കിയാ ശരിയാവൂലേ? അല്ല സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അണ്ണന്റെ PC-യില് രണ്ട് ഇതുണ്ട്. രണ്ട് കമ്പ്യൂട്ടർ ഉണ്ട്. ഒന്നില് ലൈവ് ഇടാനും ഒന്നില് ഗെയിം കളിക്കാനും. അതിലെന്തോ ഡിലേ വന്നു, മനസ്സിലായോ? അതാ സംഭവം. ഇല്ല വരുമെന്ന്, വീട്ടിൽ വരുമെന്ന് ആവശ്യമില്ല. വരും. വരാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇല്ല എന്നാലും എനിക്ക് ഇവിടത്തെ ഒരു ടീം അടിച്ച് പിരിയണത് കാണാം. അളിയ എനിക്ക് ഒരു സീനുമില്ല അളിയ പറഞ്ഞ. എനിക്ക് ഇവിടെ വന്ന ഈഗിൾ ബ്രോ തിരിച്ചു വന്നാലേ അളിയ. ഈഗിൾ ബ്രോ തിരിച്ചു വന്നാൽ ഇന്ന് ഇവിടെ ഒരു വലിയ അടി കാണാം. തമ്മിലടിച്ച് ആരൊക്കെ വേറെ ടീം ആവുമെന്ന് എനിക്കറിയണം. അതിനായിരിക്കുന്നത്. ലൈവ് നിർത്തിപ്പോയപ്പോ കാൽക്കുലേറ്ററിൽ ഒരു വലിയൊരു സംഭവം കട്ടായി. എന്താടാ? അല്ല ബാബു എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അണ്ണ ഇത്ര ടൈം ആവുമ്പോ വരും, വരാകുമ്പോ പറയാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. സത്യം ഫുൾ പ്ലാനിങ് ഇരിക്കുവാടാ. എടാ അങ്ങനെയല്ല, സത്യമായിട്ട് ഞാൻ ഇന്ന് ലൈവ് ഇടൂലായിരുന്നേ. ഉറപ്പായിട്ട് ഇന്ന് ലൈവ് ഇടില്ലായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് ഫുൾ അലച്ചിലായിരുന്നു കടയുടെ കാര്യങ്ങളും പേപ്പർ വർക്കും ആയിട്ട്. എന്നിട്ട് ഇപ്പൊ ഈഗിൾ ബ്രോ വിളിച്ചിട്ട് എന്തായാലും ഇന്ന് കളിക്കാൻ കാണുള്ളൂന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കളിക്കാൻ കയറണം. അപ്പൊ സൈഡിൽ കൂടെ ലൈവ് ഇട്ടോണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ലൈവ് ഇട്ടത്. അപ്പൊ ഈഗിൾ ബ്രോ ഇന്ന് വന്നില്ലെങ്കിൽ ഈ കളി നടക്കൂല, ഞാൻ പട്ടി പോസ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈഗിൾ ബ്രോ എങ്ങനെയും വരാൻ ഞാൻ പറയണം. ഈ ഡിസ്കോഡിന്റെ VC ഒന്ന് പുഷ് ടോക്ക് ഒന്ന് മാറ്റി. ഞാൻ കുറെ നേരമായിട്ട് സംസാരിക്കാൻ നോക്കുന്നു. പുഷ് ടോക്ക് നിനക്കെന്തിനു പുഷ് ടോക്ക് ആവുന്നേ? ഈ VC പുഷ് ടോക്കാ. വിഷം ഫോർ എ റീസൺ. എടാ ഇപ്പൊ ഇത്രയും നേരമല്ലേ ഞാൻ അതല്ല ഇത് പുഷ് ടോക്കാ. എടാ മെയിൻ സീൻ എന്താറിയാവോ? ഈഗിൾ ബ്രോ എങ്ങാനും വന്നില്ലെങ്കിലേ ഇപ്പൊ ഇവന്മാര് നമ്മളെ കൂടെ ഈഗിൾ ബ്രോ ഉള്ളതുകൊണ്ട് എന്റെ ഈഗിൾ ബ്രോയും കൂടെ ചേർത്തിട്ട് ആരെങ്കിലും കൂടെ ഒരു ടീം ഉണ്ടാക്കാനാ നോക്കുന്നത്. ഈഗിൾ ബ്രോ കാര്യം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവന്മാരെ ടീമിൽ കയറാൻ താങ്ങണം. ഞാൻ ഇവന്മാരെ താങ്ങേണ്ടി വരും. അതുകൊണ്ടാ ഈഗിൾ ബ്രോ എങ്ങനെയും വന്നു കഴിഞ്ഞാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും. ഒരു CPU-ല് 2 മദർ ബോർഡ് ഉണ്ട്, മനസ്സിലായ? ഒരു മദർ ബോർഡിൽ 2 CPU ഉണ്ട്. വാറ്റ ഒരു മദർ ബോർഡിൽ 2 CPU അല്ലേ? ഒരു ക്യാബിനറ്റിൽ 2 മദർ ബോർഡ് ഉണ്ടോ? എന്താ പറയുന്നേ? ഇല്ല സോറി 2 മദർ ബോർഡ്. അപ്പൊ 2 കാർഡ് വെക്കാൻ പറ്റൂലേ? 2 കാർഡ് വെക്കാൻ പറ്റുമോ? 2 കാർഡ് ഉണ്ടല്ലോ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഒരു മദർ ബോർഡിൽ 2 ഇത് വെക്കാൻ പറ്റും. ക്യാബിനറ്റ് അല്ല വാറ്റേ, 2 CPU. ഒരു മദർ ബോർഡ് CPU എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസറാ. മദർ ബോർഡിൽ 2 CPU വെച്ചാ 2 PC ആവുന്ന എങ്ങനെയാ പൊട്ടാ? എടാ പറ്റും. മറ്റേ CPU ആണല്ലോ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. CPU സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് കോറ് സെപ്പറേറ്റ് സാധനങ്ങൾ എല്ലാം സെപ്പറേറ്റ് ആയില്ലേ? അങ്ങനത്തെ ഒരു മദർ ബോർഡ് കണ്ടുപിടിച്ചോണ്ട് വന്നാ പോരെ എവിടെന്നെങ്കിലും. അല്ലെങ്കിൽ പിന്നെ മറ്റേ റാസ്ബെറി പൈ പോലെ എന്തെങ്കിലും സെറ്റപ്പ്. ഞാൻ അല്ലല്ല വെയിറ്റ് അവൻ പറഞ്ഞേ മറ്റേ മദർ ബോർഡ് USB പോർട്ട് എല്ലാം അതിന്റെ സീൽഡ് ആണ്, അതിന്റെ ഇല്ലെന്നാ പറഞ്ഞത്. CPU വേറെ CPU എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചേർന്ന് വരുന്നത്. അതിലെ മെയിൻ കമ്പോണന്റ് ആണല്ലോ പ്രൊസസർ. ചന്ദ്രനടുത്ത് ചോദിക്കാം CPU നെ പറ്റി. ചന്ദ്രൻ പറ. ചന്ദ്രൻ